വെൽക്കം ഫ്രണ്ട്സ് ടു ടേസ്റ്റി ടെക് റൈഡ്സ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ 100-350 എന്ന് പറഞ്ഞ ബൈക്കാണ്. ഇതൊരു ബിഗിനർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഒരു മേക്കാണ്. ഈ യൂസറോട് നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സെന്നും എങ്ങനെയാണ് ഈ വണ്ടിയിലേക്ക് എത്തിയതെന്നും എന്താണ് പുള്ളിയുടെ യൂസ് എന്നും അതേപോലെ ഇത് നമുക്ക് ആർക്കാണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും നോക്കാം. സോ we can go to the review. സോ ഈ വണ്ടിയിലേക്ക് വരാനുള്ള ഈ വണ്ടിയിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? റോയൽ എൻഫീൽഡ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ എത്ര ഫീച്ചേഴ്സ് ഉള്ളതും ആയിട്ടുള്ള വണ്ടി ഇതന്നെ ഉള്ളൂ റോയൽ എൻഫീൽഡ് ഈ സെഗ്മെന്റിൽ. ഓക്കെ. അല്ല, പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡ് അല്ലാത്ത വേറെ ഏതെങ്കിലും വണ്ടികൾ നോക്കിയിട്ടുണ്ടായിരുന്നു? നമ്മൾ ബാക്കിയുള്ള വണ്ടീസും കമ്പയർ ചെയ്തിരുന്നു. അപ്പോൾ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിലേക്കുള്ള ഒരു അട്രാക്ഷനും അതുപോലെ തന്നെ ഇതിലുള്ള ഫീച്ചേഴ്സ് ബാക്കിയുള്ള ബ്രാൻഡ്സിൽ വരുന്നില്ല. പിന്നെ റോയൽ എൻഫീൽഡ് തരുന്ന സർവീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും. ഓക്കെ. ഇത് എത്രയായിരുന്നു? നമ്മൾ ക്യാഷ് വരുമ്പോൾ ബഡ്ജറ്റ് സെഗ്മെന്റ് ആയിട്ടാണല്ലോ ഇത് നമുക്ക് വന്നത്. ഇത് ബഡ്ജറ്റ് സെഗ്മെന്റ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. ഓക്കെ. ഇപ്പൊ നമ്മൾ റൈഡൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ, സിറ്റി ആണോ എങ്ങനെയാണ്? കൂടുതൽ സിറ്റി ഡെയിലി റൈഡ് തന്നെയല്ലേ? ഡെയിലി റൈഡ്. ഇപ്പൊ ലാസ്റ്റ് ഇപ്പോ വയനാടൊക്കെ പോയിരുന്നു. പിലിയൻ ഉണ്ടായിരുന്നോ? എങ്ങനെ? അങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. ബാക്കില് സീറ്റിംഗ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പൊ ഏകദേശം എത്ര 500 കിലോമീറ്ററിന്റെ അടുത്ത് ഫസ്റ്റ് സർവീസ് ഇതിന്റെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ ആയിരുന്നല്ലേ ഫസ്റ്റ് സർവീസ് ഉണ്ടായിരുന്നത്? ഓക്കെ. അപ്പൊ സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെ, കൂടുതലാണ്? അത് നോർമലാണ്. ബഡ്ജറ്റ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ. പിന്നെ ഇതിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയണ്ടോ? നമ്മുടെ സെഗ്മെന്റിൽ വേറെ ഏത് വണ്ടികളായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞത്? ഇതിൽ ഈ സെഗ്മെന്റിൽ ഇപ്പം നമുക്ക് 350 സീരീസിൽ ഈവൻ നമ്മുടെ റോയൽ എൻഫീൽഡ് തന്നെ 350 ഉണ്ട്, നമ്മുടെ ക്ലാസിക് 350 ഉണ്ട്, അതേപോലെ സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടികളിലൊക്കെ എന്തായിരുന്നു? സെഗ്മെന്റ് മാറുമ്പോൾ അതായത് ഇപ്പോൾ ഇത് തന്നെ വേറെ ഇത് വരുന്നുണ്ട്. ഇപ്പോൾ ഫീച്ചേഴ്സ് അതിൽ വരും, കൂടും. പക്ഷെ നമ്മുടെ ബഡ്ജറ്റിന്റെ മുകളിലാവും. ഓക്കെ. ശരിയാണ്. ഇപ്പം ഈ നമുക്ക് ഓൾമോസ്റ്റ് 2 lakhs മേലെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് കൂടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓൺ റോഡ് വില ഏകദേശം 2.5 മേലേക്കൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നല്ലൊരു എന്താ പറയാ, എല്ലാ ഒരു സെഗ്മെന്റിലും ടിക്ക് വരുന്ന ഒരു വണ്ടിയാണിത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് റൈഡ്, നമുക്ക് ഇതിപ്പം ആർക്കാണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഡെയിലി പോകുന്ന കുട്ടികളാണോ? അപ്പൊ നമുക്ക് ഉണ്ടല്ലോ, നമ്മളെ കുറെ കുട്ടികളൊക്കെ ഈ +2 കഴിഞ്ഞിട്ട് വല്ല ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ടാവില്ല, അവർക്കൊക്കെ പറ്റിയ വണ്ടിയാണോ? എന്താണ് ഇത്? റൈഡേഴ്സിന് പറ്റിയതാണ്. ഇപ്പോൾ നമ്മള് ഓഫീസ് പർപ്പസിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡെയിലി റൈഡ് ആയിട്ട് യൂസ് ചെയ്യാം. സിറ്റിയിലാകുമ്പോൾ ഇതൊരു കോമ്പാക്ട് സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി ആണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ബാക്കിൽ ഒരു എക്സ്ട്രാ ഒരു ഫിറ്റിംഗ് കൂടി വരും. ഇപ്പൊ നമുക്ക് ഫാമിലിനെ വെച്ച് പോകാനും കുഴപ്പമില്ല. ഓക്കെ. ഒരു 2 ആൾക്കാരൊക്കെ കൂളായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ. പിന്നെ ഇത് നമുക്ക് വേറെ ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റും ഒരു റൈഡേഴ്സ് റോയൽ എൻഫീൽഡിന്റെ ഇപ്പൊ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നോക്കുന്ന ആൾക്കാർക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിലിപ്പം ഒബ്വിയസ്ലി 500 കിലോമീറ്റർ ആയിട്ടുള്ളൂ, ഇനീഷ്യൽ റൈഡാണ്. കാരണം നമുക്ക് റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു അൺബോക്സിംഗോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു സിറ്റുവേഷൻ എത്തിയിട്ടുള്ളൂ. എന്നിരുന്നാലും എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഇപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ അല്ലെ? കംപ്ലൈന്റ് ആയിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഓക്കെ. നമ്മൾ ഇതിന്റെ ഒരു സെക്കൻഡ് റിവ്യൂ നമ്മൾ ലേറ്റ്ലി മേ ബി ഒരു 500 കിലോമീറ്റേഴ്സോ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇടാം. ഇത് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, നമ്മളെ കൊളീഗാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അവരുടെ റൂമിൽ നിന്ന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മേ ബി ഡിഫറെൻറ്റ് യൂസറോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു പുതിയ അല്ലെങ്കിൽ നെക്സ്റ്റ് റിവ്യൂ നമുക്ക് പ്ലാൻ ചെയ്യുന്നതാണ്. വണ്ടി എടുത്ത് പരിചയപ്പെടാമേ. വണ്ടിയുടെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. വണ്ടിയിൽ പുതിയ 350 സീരീസ് എഞ്ചിനാണ്. ജെ സീരീസ് എഞ്ചിൻ എന്നാണ് ഇത് കോമൺലി വിളിക്കുന്നത്. ആറിയുടെ പുതിയ സെഗ്മെന്റുള്ള എഞ്ചിനാണ്. വൈബ്രേഷൻ വളരെ കുറവുള്ള എഞ്ചിനാണ്. ഇത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2.2 PHP 27 ന്യൂട്ടൺ മീറ്റർ ടോക്കാണ് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് റിയറിൽ 17 ഇഞ്ചസ് ഓഫ് അലോയ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലച്ച്. നിങ്ങൾ റോട്ടറി സ്വിച്ച് കണ്ടല്ലോ, ഇതാണ് റോട്ടറി സ്വിച്ച് വരുന്നത്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ ബൈക്ക് സജസ്റ്റ് ചെയ്യുന്ന ആർക്കായിരിക്കും? ഈ ബൈക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരാൾക്ക്, അതേപോലെ സിറ്റിയിൽ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുന്ന ഒരാൾക്ക്, ട്രാഫിക്കിലൊക്കെ മാനുവർ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ഈസി ആയിരിക്കും, ആസ് ഇറ്റ് ഈസ് എ ലൈറ്റ് വെയ്റ്റ് വെഹിക്കിൾ. പിന്നെ ഒരു ബിഗിനർ, അതേപോലെ ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരു ഷോർട്ട് റൈഡറൊക്കെ ആണെങ്കിൽ വെരി പെർഫെക്റ്റ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ. സോ